നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പഴുത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ പൊളിച്ചതാണ്. പക്ഷെ നോക്കുമ്പം പച്ചയാണ്, അതും ഒരു തുള്ളി മധുരം പോലും ഇല്ല. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു, ശരി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി, ചക്ക ഉപ്പേരി. ഓക്കെ, ഞാനിതാ ചെറുതായിട്ട് പീസ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മമ്മി ഇവിടെ ചക്കക്കുരു മാറ്റി ഇതാക്കുക. അപ്പം നല്ല ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് മഹേഷ് ഏട്ടൻ്റെ വീട്ടിലുണ്ടായ ചക്കയാണ്, പക്ഷെ മധുരമില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്കിങ്ങനെ ചിപ്സ് ഉണ്ടാക്കാം. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചു. നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, അതെ അതെ, ചക്ക തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. നോ കട്ടിങ്, ഇത് തന്നെ എൻ്റെ നാച്ചുറലാണ്. സോറി. അപ്പോൾ ഗൈസ്, അത് അവർക്കറിയാം ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയമാകുമ്പോൾ അവർ പലതും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. സോ ഞാൻ ഇനിമേൽ കട്ട് ചെയ്തതിൽ എങ്ങനെയുണ്ട് അതേപോലെ എടുത്തുള്ളൂ. സാരമില്ല, നീ മതിയല്ലോ ട്രോൾ ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് നോക്കാം. ഇതാണ് അടുത്ത ആളെ ട്രോൾ ചെയ്യുന്ന ആൾ. നോക്കിക്കോളൂ നിങ്ങൾ ഗൈസ്, രണ്ടുപേരും. അതെ, എനിക്ക് ഒരു പ്രശ്നവും. വാ, ഇതാ മൊരിഞ്ഞു വരുന്നുണ്ട്. ഇതാണ്ട് മൊരിഞ്ഞു വരുന്നത് പോലെ. എന്താ അത് ശരിക്ക് ചൂടായിട്ടില്ലെങ്കിൽ ഇതിനകത്ത് എണ്ണ സോക്കാവും. ആണോ? ഒരു കാര്യം ചെയ്യും, നിന്റെ വിരലിതാ ഞാൻ ഇട്ട് നോക്കട്ടെ. ഇല്ല, അത് പറ്റത്തില്ല. സോ ഗൈസ്, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കാം, പെട്ടെന്ന് വരുമോ നോക്കാം. അതേ വന്നല്ലോ, ആയി, റെഡിയായി. സോ ഇതിനി ഫ്ലെയിം കുറച്ച് വെച്ചിടണോ? അതാൻ തോന്നുന്നു നല്ലതിൽ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എനിക്ക് തന്നെ അതിൻ്റെ ഒരു ഹീറ്റ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. സോ അതെ, അടുപ്പത്തിൻ്റെ അടുത്ത അടി ഇരിക്കുന്നത്. ആയി നോക്കൂ. വാവ്, നൈസ്. ഇല്ലടി, അയ്യോ ഉപ്പ് ഇതിനകത്ത് ഇടണോ അതോ വറുത്ത് കോരി കഴിഞ്ഞിട്ടാ മതിയോ? മതി ഇപ്പഴേ വേണ്ട, കുറച്ച് നമുക്ക് നോക്കാം. ആദ്യം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാലോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് ഗൈസ്. യൂഷ്വലി ഞങ്ങൾ പാക്കറ്റിൽ മേടിക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നത്. നല്ല രസമായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇതാ, ഇതൊക്കെ കണ്ടില്ലേ? ഇതിനിപ്പോൾ എങ്ങനെ ഉപ്പൊക്കെ ഇതാക്കണം? ചിലർ മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ചെയ്തില്ലേ ചിപ്സൊക്കെ വറക്കും. ഇനി അതുപോലൊക്കെ ആണോന്ന് അറിയില്ല. മമ്മി ഒന്നും പറയാതെ ഇത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. ഇതിനകത്ത് ആരെങ്കിലും ഉപ്പിടോടി? ഇത് ചുമ്മാ വറുത്ത് വരുന്ന സാധനമല്ലേ? എന്നാലും ഉപ്പുണ്ടല്ലോ, ഉപ്പ് നമ്മൾ വിതറണമെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ച ചക്കപ്പേരിക്കകത്ത് ഉപ്പുണ്ട്. മൊരിഞ്ഞിരിക്കുന്ന സാധനത്തിനകത്ത് എങ്ങനെ ഉപ്പ് പിടിക്കാനാ? അപ്പൊ ഈ എണ്ണക്കകത്ത് വെച്ചാൽ പിന്നെ നമുക്ക് എണ്ണ യൂസ് ചെയ്യാം. ഉപ്പ് മിക്സ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മിക്സ് ചെയ്യും. അപ്പൊ ഈ എണ്ണ പിന്നെ യൂസ് ചെയ്യാം. ഉപ്പിടണോന്ന് ഗൈസ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളിങ്ങനെ തർക്കങ്ങളാണ്. മമ്മി ആണെങ്കിൽ തന്നിട്ട് മമ്മി അങ്ങ് പോയി. അവർക്ക് വിഷമമാണല്ലോ. വിളിക്കണേ നീ, നിനക്ക് വേറെ പണിയില്ല. ഞാനിവിടെ എടുത്തോണ്ടിരിക്കല്ലേ. ഞാൻ ഡെഫിനറ്റ്ലി ആൾക്കാർ അറിയട്ടെ. ലാസ്റ്റ് അല്ലേ ഇവള് പറഞ്ഞ അനുസരിക്കത്തില്ല. വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളം പോലെ തളിക്കണം. ഉപ്പ് പൊടിയല്ല. ഉപ്പിനകത്ത് പരട്ടി വെച്ചിട്ടിടുന്നതല്ലേ? അയ്യോ, അതൊട്ടും ചെയ്യരുത്. എണ്ണ പിന്നെ യൂസ് ചെയ്യാനേ പറ്റത്തില്ല. കണ്ടോ, സൗണ്ട് വരും. പറപറാന്നുള്ള ശബ്ദം വരും. സോ ഞാൻ ഇളക്കുന്ന നിർത്തി. എനിക്ക് ഇളക്കം കൂടുതലാണ് ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല. ഇതിങ്ങനെ ലൈറ്റ് വെയിറ്റ് പോലെ ആവുമ്പോഴാണ് ഇത് ഏകദേശം പാകമാകുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇങ്ങനെ ഇടാൻ പോവാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് കോരുകയാണ്. ഇതെങ്ങനെ ആവുമെന്ന് ദൈവം തമ്പരാൻ അറിയാം. ഇത് ക്രിസ്പി ആകുമോ അതോ കുളുകുളാകുമോ എന്ന് നമുക്ക് തിന്നറിയാം. അല്ലാമോ? അയ്യോ എൻ്റെ പൊന്നെ. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇതും. എന്തായാലും എൻ്റെ ക്രിട്ടിക്സ് നാട്ടുകാരെനിക്കൊന്നും അയക്കില്ല, നിങ്ങളെ മതി. നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവർക്ക് പറയുന്നതിൻ്റെ തുല്യമാണല്ലേ. യെസ്, റെപ്രസെൻറ്റിങ് ദ US ലൈവായിട്ട്. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എല്ലാം കോരിയിരിക്കുകയാണ്. ഇനി അമ്മു ഇതൊന്ന് കഴിച്ചു നോക്കടി. ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്കൊന്ന് ഇത് ഇത് നല്ല അതിനാണ് ടിഷ്യൂ പേപ്പർ. നമുക്കൊന്ന്
എങ്ങനെയാണ് പക്ഷെ ഇപ്പം മധുരം തോന്നുന്നീ കൊള്ളാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ചൂടായി ആറിയതിന് ശേഷം എനിക്ക് കട്ടിയാവും ആയിരിക്കാം. അപ്പം എന്തായാലും സംഭവം വെന്തിട്ടുണ്ട്. അതെ എടുക്കാച്ചി ഇപ്പൊ ഉപ്പില്ലെങ്കിൽ സൂപ്പറായിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കടി. ആ മധുരം ഇപ്പം വരുന്നുണ്ട്. പച്ച ഉള്ളപ്പോൾ യു ആർ നോട്ട് ഗെറ്റിംഗ് ദറ്റ് മധുരം. ഇപ്പം നല്ല രസമുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ആകുമ്പോൾ ഇത് ഇതായിക്കൊണ്ടിരിക്കും. മുഖത്തോട്ട് ടോർച്ചടിക്കാതെ മാറ്റി എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ നിന്റെ അതേ മോൻ. എന്റെ അതേ പോലോ. ഓക്കെ ഗോയ്സ്, വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.